അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അയൽവാസി ബന്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ഒരുപാട് ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത അധ്യായം ബാബു അൽ ജാർ അസ്വാലിഹ്, നല്ല അയൽവാസി. നല്ല അയൽവാസിയെക്കുറിച്ച് പറയുന്ന അധ്യായം. നാഫിഅ ബിനു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തിൽ മർഇൽ മുസ്ലിമി, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളായി പറയുന്നത്. അതിൽ ഒന്ന് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട്. അപ്പോൾ വീട് ഒരു ഭൗതികപരമായ കാര്യം മാത്രമാണ്. എന്നാൽ അതുപോലും അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൻ്റെയും നന്മയുടെയും ഭാഗമായി പറയുന്നുവെങ്കിൽ, ഒരു മനുഷ്യന് ഏതെല്ലാം സൗഭാഗ്യമാണ്, ഏതെല്ലാം ദൗർഭാഗ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൽ പോലും ദീന് ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അത്രത്തോളം കാരുണ്യപരമാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിന് വിധേയമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒരു അടിമ വിട്ടുനിൽക്കാൻ വേണ്ടി അള്ളാഹു തൻ്റെ അടിമയോട് ചെയ്തു കൊടുക്കുന്ന നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഭാഗം കൂടിയാകുന്നു ഇത്. അതുപോലെ തന്നെ സാമൂഹികമായി ആളുകൾ ജീവിക്കുമ്പോൾ അവരുടെ മനസ്സുകളിൽ മറ്റുള്ളവരെ കുറിച്ച് ചീത്ത സ്വാധീനങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുമുള്ള കാര്യം കൂടി ഈ വിഷയത്തിൽ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സൗഭാഗ്യത്തിൽപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു തആല അറിയിച്ചു കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ അവൻ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതിൽ പറഞ്ഞ ഒന്നാമത്തേത് അൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട് എന്നുള്ളതാണ്. നമ്മുടെ നഗ്നത വെളിവാകാതിരിക്കാൻ, സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ, കുട്ടികൾ പ്രായമാകുമ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് കിടത്താൻ, അതേപോലെ തന്നെ വീട്ടിലേക്ക് അതിഥികൾ കടന്നു വരുമ്പോൾ അവരെ സൽക്കരിക്കാനും സ്വീകരിക്കുവാനും അതിനൊക്കെ ആവശ്യമായ ഒരു കാര്യമാണ് നമ്മുടെ വീടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിശാലമായി ഒരു വീട് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു മനുഷ്യന് ഈ ലോകത്ത് നൽകിയിട്ടുള്ള സൗഭാഗ്യത്തിൻ്റെ ഭാഗമാണ്. അതുമാത്രമല്ല, ഇടുക്കമുള്ള വീടുകൾ പല രൂപത്തിലുള്ള മാനസികമായ പ്രയാസങ്ങൾക്ക് കാരണമായി തീരും. പലപ്പോഴും സ്വകാര്യതകൾ കാത്തു സൂക്ഷിക്കാൻ പ്രയാസകരമായി തീരും. അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മാനസികമായും ശാരീരികമായും എല്ലാ നിലക്കും മനുഷ്യന് കൺകുളിർമ കൊടുക്കുന്ന ഒരു വിഷയമാണ് വിശാലമായ വീട് എന്നുള്ളത്. അപ്പോൾ അത് ഒരു സൗഭാഗ്യത്തിൻ്റെ ഭാഗമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുപോലെ തന്നെ പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം വൽ ജാറു സ്വാലിഹ്, നല്ലവനായ അയൽവാസി എന്നുള്ളതാണ്. വീട്ടിൽ എത്ര സുഖങ്ങളും സൗകര്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടെങ്കിലും നമ്മുടെ അയൽവാസി മോശമാണ് എങ്കിൽ അയൽവാസിയുടെ ഇങ്ങോട്ടുള്ള പെരുമാറ്റങ്ങൾ മോശമാണ്, അവരുടെ നോട്ടങ്ങൾ മോശമായ രൂപത്തിലുള്ളതാണ്, സംസാരങ്ങളും ഇടപെടലുകളും മോശമായ രൂപത്തിലുള്ളതാണ്, അവരെ കൊണ്ട് പല നിലക്കുള്ള ഷെറുകളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. കുശുമ്പും അതേപോലെ തന്നെ അസൂയയും പകയും വിദ്വേഷവും ഒക്കെ വെച്ച് പുലർത്തുന്ന ആളുകളാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയില്ല. എന്നാൽ സൗഭാഗ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ ഭാഗമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് നല്ലവനായ അയൽവാസി എന്നുള്ളത്. മൂന്നാമതായി വൽ മർക്കബുൽ ഹനി, ശാന്തമായ ഒരു വാഹനം. നമ്മെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുവാനും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാനുമൊക്കെ ഉപയോഗപ്രദമാകുന്ന നിലക്ക് ഒരു നല്ല വാഹനം. ആ വാഹനങ്ങൾ നമ്മൾ അള്ളാഹുവിൻ്റെ മതത്തിലുള്ള നന്മകൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള മേഖലയിൽ അള്ളാഹു നൽകിയിട്ടുള്ള ആ അനുഗ്രഹത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വേണം. അപ്പോൾ ഏതായാലും അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുള്ള സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളായി പറയപ്പെട്ട ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് അർബഉം മിന സആദ, 4 കാര്യങ്ങൾ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് എന്നാണ്. അതിൽ കൂടുതലായി വരുന്നത് അൽ മർഅത്തു സ്വാലിഹ, നല്ലവളായ ഭാര്യ. പിന്നെ ഈ ഹദീസിൽ പറഞ്ഞ 3 കാര്യങ്ങൾ അൽ മസ്കനുൽ വാസിഅ, വിശാലമായ വീട്, വൽ ജാറു സ്വാലിഹ്, നല്ലവനായ അയൽവാസി, വൽ മർക്കബുൽ ഹനി, അതുപോലെ തന്നെ ശാന്തമായ ഒരു വാഹനം. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുമുള്ള സുഖവും സമാധാനവും സന്തോഷവും നമുക്ക് ഈ ലോകത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിലൂടെ പരലോക വിജയത്തിന് ആവശ്യമായ ജീവിതം നയിക്കുവാനും
അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.